ഞാൻ രജനി CP, കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖം ഒരു 2016 മുതലേ തുടങ്ങിയതാണ്. പക്ഷേ ഈ അസുഖം തുടങ്ങിയ സമയത്തൊന്നും നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ എന്തോ ഒരു ഒക്കേഷന് എൻ്റെ ഫ്രണ്ട്സെല്ലാം എൻ്റെ വീട്ടിൽ വന്നേരാന്ന് എന്താ രജനിക്ക് കഴുത്തിനൊരു ചെരിവ് എന്ന് പറഞ്ഞിട്ട് എന്തോ അസുഖമുണ്ട്, ഡോക്ടറെ കാണിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ആ സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി, ഞാനും എൻ്റെ കുടുംബവും ഇതിനെപ്പറ്റി പിന്നെ നോക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ നമ്മളൊരു റിലേറ്റീവ് ഡോക്ടറെ അടുത്തുണ്ട്, അയാളെ കാണിച്ചു. അപ്പം പറഞ്ഞു ഒരു MRI സ്കാൻ എടുത്ത് നോക്കാം, നമുക്ക് ഇത് ഈ പാർക്കിൻസൺസിന്റെ ലക്ഷണമാണ് കാണുന്നത് എന്ന് പറഞ്ഞു. അപ്പം തന്നെ MRI സ്കാൻ എടുത്തു, ഡോക്ടറെ കാണിച്ചു. അപ്പം പറഞ്ഞൊരു ന്യൂറോ സർജനെ കാണിക്കണമെന്ന്. അന്ന് മുതൽ 2016 ഒരു മെയ് മാസം മുതലാണ്, മെയ്യിലാണ് ഇത് അറിയുന്നത്. ആ സമയം തന്നെ നമ്മൾ ന്യൂറോ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇത് മരുന്ന് കഴിച്ചാലും വലിയൊരു സുഖം കിട്ടാത്ത പോലെയാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും തോന്നിയത്. അപ്പം നമ്മൾ പിന്നെ ഇത് ഇനി എവിടെയായി ഇനി ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും അന്വേഷിച്ചുകൊണ്ടും നിൽക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെല്ലാം കൂട്ടി ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് കണ്ണപുരത്ത് പോകാറുണ്ട്, ഒരു ബാലകൃഷ്ണൻ ഡോക്ടർ. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അയാൾ പറഞ്ഞു, ഇങ്ങനെ പട്ടാമ്പി ഒരു ഹോസ്പിറ്റലുണ്ട്, അവരെ നമ്പർ ഞാൻ തരാം, നിങ്ങൾ അവിടെ പോയി നോക്കുക പറഞ്ഞു. നമ്മൾ നമ്പർ കിട്ടിയതും അന്ന് തന്നെ എന്ന് പറഞ്ഞ പോലെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഡോക്ടറെ കാണാൻ വന്ന് ഞങ്ങൾക്കന്ന് വന്ന ദിവസം തന്നെ ഡോക്ടറെ വർത്താനെല്ലാം കേട്ടുകൊണ്ട് നമുക്കൊരു കുറച്ച് മനസ്സിലൊരു ആശ തോന്നി, ഇത് മാറും എന്നുള്ള. പിന്നെ നമ്മൾ അന്ന് മുതൽ ഇവിടെ വന്ന് ഡോക്ടർ 2 മാസത്തേക്ക് മരുന്ന് തന്നു. അപ്പം 2 മാസം മരുന്ന് കഴിച്ചിട്ട് വിവരം പറയാൻ പറഞ്ഞു. പിന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനൂടെ കിടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 21 ദിവസം കിടത്തി ആയുർവേദ ചികിത്സകളെല്ലാം ചെയ്തു. പിന്നെ ഞാൻ 9 കൊല്ലമായിട്ട് ഇവിടെ കൊല്ലത്തിൽ 2 പ്രാവശ്യം, ഓരോ കൊല്ലം ഓരോ പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഈ ആയുർവേദ ചികിത്സ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ അധികം ഇങ്ങനെ കിടപ്പിലാവാതെ ഇങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഈ ഹോസ്പിറ്റൽ ഉണ്ടായത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വെറും അലോപ്പതി ചികിത്സയായാൽ ഇതിനൊരു വലിയ മാറ്റം കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മളെപ്പോലെയുള്ള രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഹോസ്പിറ്റൽ. പിന്നെ ഇതെല്ലാം തന്നെ എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഹോസ്പിറ്റലിനെ പറ്റിയൊരു നല്ല ഇത് തന്നെ, ഇവിടെ വരുന്ന ജനങ്ങൾക്കെല്ലാം അങ്ങനെ തന്നെയാണ് തോന്നുന്നത്.